രമേശ് ചെന്നിത്തല SNDPയുടെ വേദിയിൽ പോയി. വൈക്കത്ത് പദയാത്രയിൽ ഉദ്ഘാടനം ചെയ്യാൻ പോയി. NSSന്റെ നാളത്തെ ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുന്നത് രമേശ് ചെന്നിത്തലയാണ്. തീർന്നില്ല, വീണ്ടും സമസ്തയുടെ വേദിയിലും ഉദ്ഘാടകനായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. അങ്ങോട്ട് തിരിഞ്ഞാലും രമേശ് ചെന്നിത്തല, ഇങ്ങോട്ട് തിരിഞ്ഞാലും രമേശ് ചെന്നിത്തല, ഇങ്ങോട്ട് തിരിഞ്ഞാലും രമേശ് ചെന്നിത്തല. ഒരിടത്ത് NSS, ഒരിടത്ത് SNDP, ഒരിടത്ത് സമസ്ത. ഈ മാസം 4-ന് നടക്കുന്ന ജാമിയ നൂരിയ സമ്മേളനത്തിലാണ് ചെന്നിത്തല ഉദ്ഘാടകനായി എത്തുന്നത്. ഈ ദിവസം 4-ാം തീയതിക്കൊരു പ്രത്യേകതയുള്ളത് മാരാമൺ കൺവെൻഷനിൽ അന്ന് VD സതീശൻ പ്രസംഗിക്കുന്ന ദിവസവും ഇന്നാണെന്നാണ് എൻ്റെ ഓർമ്മ. NSS SNDP പിന്തുണയ്ക്ക് പിന്നാലെയാണ് ജാമിയയിലേക്കുള്ള ക്ഷണം. ചെന്നിത്തല ജാമിയയിൽ എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ താല്പര്യത്തിലെന്നാണ് സൂചന. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും അതിൽ ചരടുവലികൾ നടത്തിയിട്ടുണ്ടാവും. എന്നാലും കഴിഞ്ഞ ജാമിയ സമ്മേളനത്തിൽ VD സതീശൻ പങ്കെടുത്തു. ഇത്തവണ VD സതീശൻ ഔട്ട്, രമേശ് ചെന്നിത്തല ഇൻ. VD സതീശൻ മാരാമണിൽ, രമേശ് ചെന്നിത്തല ജാമിയനൂരിൽ. കൊള്ളാം. ഇത്തവണത്തെ സമ്മേളനത്തിൽ VD സതീശൻ ഇടം പിടിച്ചില്ല എന്നതും ശ്രദ്ധേയമാണ്. അഷ്കർ അലി കരുമ ചേരുന്നു വിശദാംശങ്ങളുമായി. അഷ്കർ, നമ്മൾ നേരത്തെ പറഞ്ഞ വാർത്തയാണ്, ഈ ജനുവരി 4-ാം തീയതിയാണെന്ന് തോന്നുന്നു മാരാമണിലെ കൺവെൻഷൻ നടക്കാൻ പോകുന്നത്. അന്നാണ് VD സതീശൻ അവിടെ പ്രസംഗിക്കാൻ പോകുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. എന്നാലും കഴിഞ്ഞ തവണ ഈ പരിപാടിയിൽ പങ്കെടുത്തത് VD സതീശനാണ്. ഇത്തവണ ജാമിയനൂരിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നത് രമേശ് ചെന്നിത്തലയാണ്. മാറ്റം യാദൃച്ഛികമല്ല അല്ലേ അഷ്കർ അലി കരുമ്പ? അരുൺ, നിലവിലെ കോൺഗ്രസിലെ ഈ നേതൃമാറ്റ ചർച്ചകളൊക്കെ നടക്കുമ്പോൾ ഈ മാറ്റം അത്ര ലളിതമല്ല എന്ന് തന്നെയാണ് നമുക്ക് രാഷ്ട്രീയമായി വിലയിരുത്താൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇതിൽ മുസ്ലിം ലീഗ് നേതാക്കളുടെ അടക്കം താല്പര്യപ്രകാരമാണ് രമേശ് ചെന്നിത്തല ഇത്തവണ ജാമ്യയിലേക്ക് എത്തുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഈ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സ്വാദിഖൽ തങ്ങൾ തന്നെയാണ് ഈ ജാമിയ നൂരിയ അറബിയയുടെയും പ്രസിഡന്റ്. അതുകൊണ്ട് അവരുടെ കൂടി നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ പ്രോഗ്രാം ലിസ്റ്റ് തയ്യാറാക്കുന്നതും അതിൽ ആർക്ക് ക്ഷണിക്കണം, ആരൊക്കെ പങ്കെടുക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കുന്നതും. കഴിഞ്ഞ തവണ VD സതീശനെ പങ്കെടുപ്പിച്ച അതേ കമ്മിറ്റി തന്നെയാണ് ഇത്തവണ VD സതീശന് പകരം രമേശ് ചെന്നിത്തലയെ ഇതിലൊരു സെഷനിൽ അതിഥിയായി ഇല്ലെങ്കിൽ ഉദ്ഘാടകനായി തന്നെ എത്തിക്കുന്നത്. അത് MK മുനീർ അധ്യക്ഷനാകുന്ന ഗരീബ് നവാസ് എന്ന് പറയുന്ന ഒരു സെഷനുണ്ട്. ആ MK മുനീർ അധ്യക്ഷനായ വേദിയിലേക്കാണ് ഉദ്ഘാടകനായി ഇപ്പോൾ രമേശ് ചെന്നിത്തല എത്താൻ പോകുന്നത്. അപ്പോൾ സമസ്തയ്ക്ക് പ്രിയപ്പെട്ട സ്ഥാപനത്തിൽ ആ മുസ്ലിം ലീഗിന് കൂടി താല്പര്യപ്രകാരം രമേശ് ചെന്നിത്തല എത്തുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ രാഷ്ട്രീയ വാർത്താ വായന എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് SNDPയുമായി ബന്ധപ്പെട്ട് NSSുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തന്നെ വലിയ ചർച്ചയായി കഴിഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ സമസ്തയുടെ വേദിയിലേക്ക് കൂടി അല്ലെങ്കിൽ സമസ്ത നേരിട്ട് നടത്തുന്ന സ്ഥാപനമായ ജാമിയയുടെ വേദിയിലേക്ക് കൂടി ലീഗ് നേതാക്കളുടെ കൂടി താല്പര്യപ്രകാരം രമേശ് ചെന്നിത്തല എത്താൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു അരുൺ. അത് രമേശ് ചെന്നിത്തലയോടാണ് മുസ്ലിം ലീഗിന് താല്പര്യം, VD സതീശനേക്കാൾ ഉപരി താല്പര്യം രമേശ് ചെന്നിത്തലയോടെ ആയിരുന്നു എന്നുള്ളതാണ്. അതിനെ ശരിവെക്കുന്ന ഒരു നീക്കം തന്നെയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ രമേശ് ചെന്നിത്തല SNDPക്കും NSSനും പുറമെ മുസ്ലിം ലീഗിൻ്റെ കൂടി പിന്തുണ ഉറപ്പാക്കിക്കൊണ്ടുള്ള നീക്കം നടത്തുന്നു. അല്ലെങ്കിൽ സമസ്തയ്ക്ക് കൂടി പ്രിയപ്പെട്ട ഇടങ്ങളിൽ കൂടി രമേശ് ചെന്നിത്തല എത്തുന്നു എന്നുകൂടി അതിൽ നിന്ന് വായിച്ചെടുക്കാം. അങ്ങനെയെങ്കിൽ തൻ്റെ ഒരു സാമുദായിക സമവാക്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രമേശ് ചെന്നിത്തലയുടെ നീക്കങ്ങൾക്ക് ശക്തി ആർജിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. 4-ാം തീയതി രമേശ് ചെന്നിത്തല അവിടെ എത്തുമ്പോൾ ഇനി എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കും എന്നുള്ളതുകൂടി കാത്തിരുന്ന് കാണണം. കഴിഞ്ഞ തവണ ഇതേ വേദിയിലേക്ക് എത്തിയിരുന്ന VD സതീശനായിരുന്നുവെങ്കിൽ ഇത്തവണ അത് രമേശ് ചെന്നിത്തലയ്ക്ക് മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രത്യേകത. മുമ്പ് ശശി തരൂർ അടക്കമുള്ള അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കളൊക്കെ തന്നെ ഈ വേദിയിലേക്ക് എത്താറുണ്ടെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ചെന്നിത്തലയുടെ വരവ് അത് വലിയ രാഷ്ട്രീയ വിലയിരുത്തലുകൾക്ക് വേദിയായിട്ടുണ്ട് ഇപ്പോൾ തന്നെ. അരുൺ, തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തല ആ രീതിയിൽ സമുദായ സംഘടനകളുടെയൊക്കെ പിന്തുണയാർജിച്ച് കൂടുതൽ കരുത്താർജിച്ചു കൊണ്ടിരിക്കുകയാണ്. വരും നാളുകൾ ആരുടേതായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയണം. ഒരു ഭാഗത്ത് VD സതീശൻ ക്രിസ്ത്യൻ സമുദായ അംഗങ്ങളുടെ പരിപാടികളിലൊക്കെ വളരെ സജീവമായി തന്നെ പങ്കെടുക്കുന്നു. അതേപോലെ NSSൻ്റെയും SNDPയുടെയും പരിപാടികളിൽ ഇപ്പോൾ സമസ്തയുടെയും പരിപാടിയിൽ പങ്കെടുക്കുന്നു രമേശ് ചെന്നിത്തല. ആരായിരിക്കും 2026 കേരളത്തെ നയിക്കുക എന്നതാണ് ചോദ്യം. ആ ചോദ്യം കോൺഗ്രസ് ആണ് അധികാരത്തിൽ വരുന്നതെങ്കിൽ എന്നുകൂടി പറയണമല്ലോ.